ദൈവത്തെ നാം പൊട്ടം കളിപ്പിക്കുന്ന വിധത്തെപ്പറ്റി അറിയുവാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം. അവർക്ക് മാത്രം സ്വാഗതം. നമ്മുടെ മതജീവിതത്തിൽ നാം ദൈവത്തെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം എത്ര വിശ്വാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നതിനെപ്പറ്റി എനിക്ക് ഗണ്യമായ സംശയമുണ്ട്. ഈ ഒരു കാര്യത്തിൽ എല്ലാ മതങ്ങളും എല്ലാ മതവിശ്വാസികളും ഒരേ അച്ചിൽ നിന്നിറങ്ങിയവരാണ് എന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ ഉള്ളടക്കം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. നാം എപ്രകാരമാണ് ദൈവത്തെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുന്നത്? അതിൻ്റെ ഒരു അംശം മാത്രം ഉൾക്കൊള്ളിക്കുകയാണ് ലക്ഷ്യം. കൂടുതലായി പറഞ്ഞാൽ ചിന്താഭാരം അല്ലെങ്കിൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ആളുകൾ വലയുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു തിരിച്ചറിവിൽ ഹ്രസ്വമായ ഒരു വീഡിയോയിൽ കൂടെ സുപ്രധാനമായ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ പതിപ്പിക്കാൻ മാത്രം ഞാനിപ്പോൾ ശ്രമിക്കുകയാണ്. നാം ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഈ പ്രാർത്ഥനയെപ്പറ്റി മുൻപ് 5-6 വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. ഭൂരിപക്ഷം ആളുകളുടെയും അനുഭവത്തിലും അവസ്ഥയിലും പ്രാർത്ഥന എന്നത് ഭക്തിപുരസരമായ തെണ്ടലാണ് എന്ന് അല്പം പൊളിച്ച് പ്രസ്താവിക്കുവാൻ നിർബന്ധിതനായി തീർന്ന സാഹചര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആശയത്തെ കൈവിട്ടിട്ടില്ല, എന്നുള്ളത് ആവർത്തിക്കുന്നതുമില്ല. അതിനോടനുബന്ധമായ ഒരു ചിന്ത മാത്രമാണ് ഇവിടെ നിങ്ങളുമായി പങ്കിടുന്നത്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ ക്രിയ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന മർമ്മം എന്താണ്? ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥനകൾ അർത്ഥവത്താകണമെങ്കിൽ 2 ഘടകങ്ങൾ അനിവാര്യമായും ഉണ്ടാകണം. ഈ 2 ഘടകങ്ങളില്ല എങ്കിൽ പ്രാർത്ഥന വെറും അർത്ഥശൂന്യമാണ്. അങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് ഉത്തമം. എന്താണ് 2 ഘടകങ്ങൾ? 1, ദൈവം ഈ ലോകത്തിൻ്റെ എല്ലാ അംശത്തെയും നിയന്ത്രിക്കുവാൻ അധികാരമുള്ളവനാണ്. നിസ്സഹായനായ ദൈവത്തോട് നാം ആരും പ്രാർത്ഥിക്കുകയില്ല. സാമാന്യ ബുദ്ധിയുള്ളവരും പ്രാർത്ഥിക്കുകയില്ല. നാം എല്ലാവരും സാമാന്യ ബുദ്ധിയുള്ളവരാണ്. ഏത് പരിധി വരെ ഏത് വിധത്തിൽ നമ്മുടെ സാമാന്യ ബുദ്ധി നാം പ്രയോഗിക്കുന്നു എന്നത് നാം ഓരോരുത്തരും നമ്മെ സംബന്ധിച്ചിടത്തോളം തിട്ടപ്പെടുത്തേണ്ട കാര്യമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സങ്കല്പം അല്ലെങ്കിൽ അടിയിരിപ്പ്, അനുമാനം, പ്രീസപ്പോസിഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ദൈവ അധികാരം ഈ ലോകത്തിൻ്റെ എല്ലാ അംശങ്ങളെയും എല്ലാ നിമിഷവും നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് മാത്രവുമല്ല, ഈ അധികാരം മാനിക്കുവാൻ സൃഷ്ടിയുടെ എല്ലാ ഘടകങ്ങൾക്കും കടമയുണ്ട്. അത് മാനിച്ചേ മതിയാകൂ, അതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന ഒരു വിശ്വാസവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം ഇതിനോട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്നതാണ്. ദൈവത്തിൻ്റെ സർവ്വ അധികാരം, അതായത് എല്ലാറ്റിൻ്റെയും നയിക്കുകയും നിയന്ത്രിക്കുകയും നിലനിർത്തുകയും ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ അധികാരം, എല്ലാ അവസ്ഥകളിലും അനുഭവങ്ങളിലും സാധ്യതകളിലും ഇടപെടാനുള്ള ദൈവത്തിൻ്റെ പരിമിതിയില്ലാത്ത അധികാരം പ്രവർത്തിക്കുന്നത് ഇപ്പോഴാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രവർത്തിക്കുവാൻ പര്യാപ്തമായ അല്ലെങ്കിൽ കഴിവുള്ള അധികാരമുള്ള ഒരു ശക്തിയാണ് ദൈവം.
അല്ലെങ്കിൽ നാം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ. ദൈവത്തിൻ്റെ അധികാരം, പ്രവർത്തന ശേഷി, ശക്തി പ്രവർത്തിച്ചത് തുടങ്ങുന്നത് വരും കാലത്താണ്. ഒന്നുകിൽ ഇനിയും അങ്ങോട്ട് ഒരു 50 വർഷം കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അധികാരം ഭൂമിയിൽ അച്ചട്ടായി പ്രവർത്തിച്ചു തുടങ്ങും എന്നാണ് നമ്മുടെ ധാരണയെങ്കിൽ നാം ആരും പ്രാർത്ഥിക്കുകയില്ല. രണ്ടാമത്, ദൈവത്തിൻ്റെ അധികാരം വിലപ്പോകുന്നത് മരണാനന്തര ജീവിതത്തിലുണ്ട് എന്ന് നാം സങ്കല്പിക്കുന്ന സ്വർഗത്തിൽ മാത്രമാണ്. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഹിതം നടപ്പാക്കപ്പെടുന്നത് ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. അത് മറ്റെവിടെയോ ആണ്. അങ്ങനെയാണെങ്കിലും നാം തീർച്ചയായും പ്രാർത്ഥിക്കാൻ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തുകയില്ല. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ വ്യക്തമായി നാം മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ അപ്രമേയമായ അധികാരം, അത് ഈ ലോകത്തിലെ, സർവ്വലോകത്തിലെ എല്ലാ കണികകളെയും, എല്ലാ അവസ്ഥകളെയും, സാധ്യതകളെയും നിരുപാധികമായി നിയന്ത്രിക്കുന്നു. രണ്ടാമതായി, ആ നിയന്ത്രണം ഇപ്പോൾ തന്നെ അതിൻ്റെ പൂർണ്ണ തോതിൽ, പൂർണ്ണ വിധത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ രണ്ട് സങ്കല്പങ്ങളില്ല എങ്കിൽ മതം അസാധ്യമാണ്, ആരാധന അർത്ഥശൂന്യമാണ്. ആരും ദൈവത്തോട് പ്രാർത്ഥിപ്പാനോ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനോ ഒരു നിമിഷം പോലും കൂട്ടാക്കുകയില്ല എന്നത് അല്പം സാമാന്യ ബുദ്ധി പ്രയോഗിച്ച് ഈ വിഷയത്തെ പരിഗണിക്കുവാൻ സന്മനസ്സുള്ള ഏവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. എന്നാൽ അതേസമയം തന്നെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെപ്പറ്റിയുള്ള നമ്മുടെ സങ്കല്പം ഇതാകുന്നുവെങ്കിൽ മറ്റുള്ള എല്ലാ അനുഭവങ്ങളിലും, നമ്മുടെ പ്രവൃത്തി മേഖലകളിലും, നമ്മുടെ വ്യക്തിപരമായ സംരംഭങ്ങളിലും, ബന്ധങ്ങളിലും, മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലും നിലപാടുകളിലും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുകയിൽ ദൈവം ഇപ്പോൾ പ്രവർത്തിക്കുവാൻ കഴിവില്ലാത്തവനാണെന്നും, ദൈവത്തിന് അധികാരമുണ്ട്, പക്ഷേ അധികാരം പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഒന്നിൽ ഇപ്പോൾ അല്ല, പിന്നെ അങ്ങ് വിദൂരമായ ഭാവിയിൽ, അല്ലെങ്കിൽ മരണാനന്തരമുള്ള സ്വർഗത്തിൽ മാത്രമാണ് എന്നുമുള്ള ധാരണയിലാണ് നാം ജീവിക്കുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ ഇപ്പോൾ പ്രവർത്തിക്കുന്നതും ഇപ്പോൾ പൂർണ്ണതോതിൽ പ്രാബല്യമായിരിക്കുന്നതുമായ അധികാരത്തെ മാനിച്ചുകൊണ്ട് ഒരു വ്യക്തി പോലും ഈ ഭൂമിയുടെ പരപ്പിൽ പ്രവർത്തിക്കുന്നില്ല. നാം പ്രവർത്തിക്കുന്നത് മുഴുവനും നമ്മുടെ താല്പര്യങ്ങൾ മാത്രം കണക്കാക്കിയും നമ്മുടെ കഴിവുകളെ മാത്രം ആശ്രയിച്ചും നമുക്കുള്ള അവകാശങ്ങളും നമ്മുടേതായ പരിമിതമായ അധികാരങ്ങളും പ്രയോഗിച്ചും മാത്രമാണ്. നമ്മുടെ ഒരു പ്രവർത്തന മേഖലയിലും നാം ദൈവത്തിന് കാലുകുത്താൻ ഇടം കൊടുക്കാറില്ല. ഇതാണ് അതിൻ്റെ പച്ച പരമാർത്ഥം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും ആ ജീവിതത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവസങ്കല്പവും നമ്മുടെ പ്രവൃത്തി ജീവിതവും ആ പ്രവൃത്തി ജീവിതം ഉൾക്കൊള്ളുന്ന ദൈവസങ്കല്പവും തമ്മിൽ രാവും പകലും പോലെയുള്ള വ്യത്യാസമുണ്ട്. ഒന്ന് മറ്റതിന് ഘടകവിരുദ്ധമാണ്. നമ്മളുടെ ജീവിതം നമ്മുടെ പ്രാർത്ഥനയെയും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെയും നിരാകരിക്കുന്നു. A life contradicts our worship and a worship contradicts our life. ഈ ഒരു പ്രശ്നം യേശുവിൻ്റെ ശ്രദ്ധയിൽ നന്നേ പതിച്ചിരുന്നു എന്നത് പല വിധത്തിൽ പ്രകടമാണ്. ഞാനിവിടെ 1-2 സൂചനകൾ മാത്രം ഉൾക്കൊള്ളിക്കുവാൻ തുനിയുകയാണ്. അതിൽ ഏറ്റവും പ്രകടമായത് പറയുമ്പോൾ, യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ശ്രദ്ധേയമായ അത്ഭുത പ്രവൃത്തികൾ നടത്തി എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. എന്ന് മാത്രവുമല്ല, യേശുവിനോടുള്ള
നമ്മുടെ താല്പര്യത്തിൻ്റെ സിംഹഭാഗവും ഈ ഒരു യാഥാർത്ഥ്യത്തിൽ മാത്രം വേരൂന്നി നിൽക്കുന്നതാണ്. അത്ഭുതകരമായ ആത്മീയ ആശയങ്ങളെ മനുഷ്യജാതിക്ക് സംഭാവന ചെയ്ത യേശുവിനെ പറ്റി ആർക്കും വലിയ താല്പര്യമോ വിലയോ ഇല്ല. പിന്നെയോ അത്ഭുത പ്രവൃത്തി നടത്തിയ യേശുവിനെയാണ്, ആ യേശുവിനാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാർക്കറ്റ്. എന്നാൽ വിശേഷം എന്ന് പറയട്ടെ, അക്രൈസ്തവരുടെ ഇടയിൽ അങ്ങനെയല്ല. ദൈവകൃപയാൽ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ആയിരക്കണക്കിന് അക്രൈസ്തവരുടെ ഇടയിൽ വളരെ സന്തോഷത്തോടും സഹകരണത്തോടും പ്രവർത്തിക്കുവാനുള്ള വാതിലുകൾ തുറന്നു കിട്ടിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകമായ ശ്രദ്ധ അക്രൈസ്തവരായ ആളുകളോട് ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ വെളിച്ചം, ക്രിസ്തുവിൻ്റെ വിശാലത എപ്രകാരം കൈകാര്യം ചെയ്യുവാൻ അല്ലെങ്കിൽ പങ്കിടുവാൻ സാധിക്കുമെന്ന അന്വേഷണമാണ് ആയിരുന്നു. അതിന് പലവിധമായ വഴികൾ കണ്ടുപിടിക്കുവാൻ, പ്രയോഗിക്കുവാൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുവാൻ ഇടയായിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും യുക്തി. കാരണം അത് ഇവിടെ പ്രതിപാദിക്കാൻ പോയാൽ സമയം കൈവിട്ടു പോകുമെന്നത് തന്നെ. അക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവിനെ അവർക്ക് സ്വീകാര്യമല്ല, അല്ലെങ്കിൽ അവർക്കതിനോട് താല്പര്യമില്ല. അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവിനെ പറ്റി അവരോട് പറഞ്ഞാൽ അവരിൽ ഭൂരിപക്ഷം ആളുകൾക്കും അത് മുഷിവാണ്. എന്നാൽ നിങ്ങൾ പറയും, ഈ അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ പേരിലല്ലേ ക്രിസ്തീയ മതം കേരളത്തിലും ഭാരതത്തെമ്പാടും പരത്തുവാൻ സാധിച്ചിടത്തോളവും പരത്തിയത്. അതിൽ സത്യമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് നിസ്സഹായതയിലിരിക്കുന്ന ആളുകൾ മാത്രമാണ് അങ്ങനെ പ്രതിപാദിക്കുന്നത്. മറ്റൊരു മാർഗവുമില്ലാതെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഗതികെട്ട് നിൽക്കുന്ന വ്യക്തികൾ എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവിന് കഴിഞ്ഞാലോ എന്ന പ്രതീക്ഷയിൽ അപ്രകാരം യേശുവിലേക്ക് തിരിയുന്ന ചില വ്യക്തികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ, ഹിന്ദുമത അനുയായികൾ, അവർ ക്രിസ്ത്യാനികളായിട്ടില്ല, ആകേണ്ട ആവശ്യവുമില്ല. എന്നാൽ അവർ ആത്മാർത്ഥമായി യേശുവിൻ്റെ ആദർശങ്ങളെയും ആശയങ്ങളെയും വിലമതിക്കുന്നവരാണ്. അത് പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങളിൽ ചിലരെങ്കിലും അറിയുന്നത് പോലെ ഞാൻ ഏകദേശം 25 വർഷത്തോളവും ഹിന്ദുമതത്തിൽ വളരെ തലയെടുപ്പുള്ള, അതിൽ ആര്യസമാജ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ നേതാവായിരുന്ന സ്വാമി അഗ്നിവേഷുമായി വളരെ അടുത്ത് ഒരു ഇൻ്റർ റിലീജിയസ് ടീം എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഞാനൊരിക്കൽ സ്വാമി അഗ്നിവേഷിനോട് ചോദിച്ചു, ഹിന്ദുമതത്തിൽ ഞാൻ അറിയുന്നിടത്തോളം സോഷ്യൽ ജസ്റ്റിസ് എന്ന ആശയത്തിന്, സാമൂഹ്യനീതി എന്ന ആശയത്തിന് വലിയ ഊന്നൽ കൊടുത്തതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതിൻ്റെ അറിവുകേട് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, സ്വാമി അഗ്നിവേഷ് എന്തുകൊണ്ടാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ അത് സോഷ്യൽ സ്പിരിച്വാലിറ്റി ആയിരിക്കണം, അത് സാമൂഹ്യ ആത്മീയതയായിരിക്കണം, സോഷ്യൽ ജസ്റ്റിസ് ആയിരിക്കണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന ലക്ഷ്യം എന്ന് വിശ്വസിക്കുകയും നിർബന്ധം പിടിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ടാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, ഇതൊരു സ്വകാര്യ സംഭാഷണമാണ് തീർച്ചയായും. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ സുവിശേഷങ്ങൾ വായിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ 27-ാം വയസ്സ് വരെ കൽക്കട്ടയിൽ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലാണ് പഠിപ്പിച്ചത്. ആ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന മിഷണറിമാരുമായി എനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു. ഞാൻ അവരുടെ പ്രവൃത്തികളെ, അവരുടെ ദൗത്യബോധത്തെ കണ്ട് വളരെയധികം ചിന്തിച്ചിട്ടുണ്ട്. അതെന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദൈവബോധമുള്ള എൻ്റെ മനസ്സിൽ പ്രവർത്തിച്ചിട്ടും ഞാൻ
ഈ മിഷണറിമാർ ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യാത്തത്, അതിൽ വലിയ കുറവുണ്ട്, അപാകതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ കോളേജിലൊരു സുരക്ഷിതമായ ജോലി തുടർന്ന് ജീവിക്കുക എന്നതല്ല എന്നെപ്പറ്റിയുള്ള ദൈവഹിതം. പിന്നെയോ ഒരു മിഷണറിയായി ശിഷ്ടമുള്ള നാളുകൾ ജീവിക്കുന്നതാണ് ഉത്തമം എന്ന് ഞാൻ ആദ്യമായി മനസ്സിലാക്കിയത് ഈ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് കൽക്കട്ടയിലെ മിഷണറി ജീവിതം നയിച്ച് അവിടെ അധ്യാപനം നടത്തിയ എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നാണ്. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ അവരുടെ ഇൻസ്പിറേഷൻ, അവലംബിക്കുന്ന അനുധാവനം ചെയ്യുന്ന മാതൃക നസ്രയനായ യേശുവിൻ്റേതാണെന്ന് മനസ്സിലാക്കി. ഞാൻ സുവിശേഷങ്ങൾ വായിച്ചു. അങ്ങനെ യേശുവിൽ നിന്നാണ് സാമൂഹ്യ നീതിയെപ്പറ്റിയുള്ള ബാലപാഠങ്ങൾ ഞാൻ പഠിച്ചത് എന്ന് സ്വാമി അഗ്നിവേശനോട് പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം എന്നോട് പറഞ്ഞ ഒരു മെത്രാനോ, ഒരു കർദിനാളോ, ഒരു മേജർ ആർച്ച് ബിഷപ്പോ, ഒരു അസിസ്റ്റൻറ്റ് മെത്രാനോ, ഒരു പുരോഹിതനോ, ഒരു ക്രിസ്തീയ വിശ്വാസിയോ ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഒരു വ്യക്തിയുണ്ട്, ഒറ്റ വ്യക്തി. കഴിഞ്ഞ ഈ 50-60 വർഷത്തിനുള്ളിൽ ഒരൊറ്റ വ്യക്തി മാത്രമാണ് അങ്ങനെ എന്നോട് പറഞ്ഞത്. അതും ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പറഞ്ഞത്. അത് മറ്റാരുമല്ല, മദർ തെരേസയാണ്. ഞാൻ 1994 കൽക്കട്ടയിൽ കിസ്വി കൺവെൻഷൻ്റെ മുഖ്യ പ്രാസംഗികനായി അവിടെ ചെന്നപ്പോൾ എന്നെ അതിനുവേണ്ടി ക്ഷണിച്ച എൻ്റെ ആതിഥേയർ മദർ തെരേസയെ വിസിറ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ ഞാൻ HIV എയ്ഡ്സിനെ പറ്റി 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ സമയത്ത് HIV എയ്ഡ്സിനെ പറ്റി മദർ തെരേസ ആഗോളതലത്തിൽ ഇടപെടൽ ആരംഭിച്ച സമയമാണ്. അതുകൊണ്ട് അവർക്ക് ഈ 2 പുസ്തകങ്ങളുടെ കോപ്പികൾ കൊടുക്കുന്നത് ഉചിതമാകുമെന്ന് ഈ കൺവെൻഷൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന വ്യക്തി വിജയൻ പാവമണി പറയുകയും അദ്ദേഹം തന്നെ എന്നെ മദർ ഹൗസ് കൽക്കട്ടയിൽ, അന്ന് കൽക്കട്ടയാണ്, കൊൽക്കട്ടയല്ല, കൊണ്ടുപോവുകയും ഭാഗ്യവശാൽ അപ്പോയിൻമെൻ്റ് ഒന്നും ഇല്ലാതിരുന്നിട്ടും 45 മിനിറ്റോളവും ആ വലിയ വലിയ വ്യക്തിത്വ പ്രഭയോട് ചേർന്ന് നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കുവാനും മനസ്സിലാക്കുവാനുമായി ഇടയായ സാഹചര്യത്തിൽ ഞാൻ ചോദിച്ചു, മദർ, നിങ്ങളുടെ ദൈവശാസ്ത്രം എന്താണ്? നിങ്ങളുടെ ഫിലോസഫി എന്താണ്? ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്കൊരു ഫിലോസഫിയുമില്ല, എനിക്കൊരു തിയോളജിയുമില്ല. ഞാൻ ആകപ്പാടെ അറിയുന്നത് കഷ്ടം സഹിക്കുന്നവർക്ക് യേശു സമീപസ്ഥനാണ്. അതുകൊണ്ട് യേശുവിനോട് അടുക്കുവാൻ ഏറ്റവും നല്ല മാർഗം ഈ പ്രയാസത്തിലും അരിഷ്ടതയിലും ഇരിക്കുന്ന ആളുകൾക്ക് യേശുവിൻ്റെ പേരിൽ സേവനം ചെയ്യുന്നതാണ്. അത് അല്ല, ഈ ഒറ്റ ഒരു അനുഭവമല്ലാതെ ക്രിസ്തീയ ഗോളത്തിൽ എനിക്ക് വളരെയധികം പരിചയവും അനുഭവ സമ്പത്തും ഉണ്ടായിട്ടും യേശുവിൻ്റെ മാതൃകയിൽ കൂടെ ഞാൻ സാമൂഹ്യനീതി ആത്മീയതയുടെ ചോരത്തിളപ്പാണ് എന്ന് എന്നോട് പറഞ്ഞ ഒരു ക്രിസ്ത്യാനിയെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ 2 പേരാണ് എൻ്റെ മനസ്സിലെപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ വെളിച്ചം തൂവി നിൽക്കുന്നത്. ഒന്ന് മദർ തെരേസ, 2 സ്വാമി അഗ്നിവേശ്. ഇത് എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നാം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ദൈവത്തിൻ്റെ അധികാരം ഈ നിമിഷത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ യേശുവിനെ താൻ നിർവഹിച്ച പരസ്യ ശുശ്രൂഷ നിർവഹിക്കാൻ സാധ്യമല്ല. 50 വർഷങ്ങൾക്ക് ശേഷം, 500 വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അവസ്ഥ അവസാനിച്ച ശേഷം വരുന്ന യുഗത്തിൽ, വരുന്ന ലോകത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് യേശു അറിഞ്ഞത് എങ്കിൽ ഒന്നും ചെയ്യുകയില്ല. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ക്രിസ്ത്യാനികൾ യാതൊരു പ്രവർത്തനശേഷിയുമില്ലാതെ കാരമില്ലാത്ത ഉപ്പ് പോലെ ഇന്ന് അവശേഷിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഒരേ ഒരു കാര്യം, ഇപ്പോൾ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അധികാരത്തെ നാം വിശ്വസിക്കുന്നില്ല എന്നത് തന്നെയാണ്. നിങ്ങളൊരു സന്ദർഭം മാത്രം ആശ്രയിച്ച് നോക്കൂ. യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം.
യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പുരുഷാരം അവരെ തന്നെ മറന്ന് യേശുവിനെ ശ്രദ്ധിക്കുകയാണ്. അവൻ്റെ വാക്കുകൾ കേട്ട് അവരെ തന്നെ മറന്നിരിക്കുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞു, ഒരുപക്ഷെ ഒരു പൂർണ്ണ ദിവസം കഴിഞ്ഞു. യേശു തൻ്റെ ശിഷ്യനായ ഫിലിപ്പോസിനോട് പറയുകയാണ്, ഇവർക്ക് ആഹാരം കൊടുക്കണം എന്ന് പറയുമ്പോൾ, ഞങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരാനാണ്, അതിനുള്ള ധനം ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ, അന്ത്രയോസ് അവിടെ ഉണ്ടായിരുന്നൊരു ബാലനെ യേശുവിൻ്റെ സമീപത്ത് കൊണ്ടുവരികയും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണപ്പൊതി, ആ ഭക്ഷണപ്പൊതി കൊണ്ട് അവിടെ ഇരിക്കുന്ന പുരുഷാരത്തിൻ്റെ വിശപ്പടക്കാമെന്ന് യേശുവിന് യാതൊരു സന്ദേഹവുമില്ലാതെ വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ ആ നിമിഷത്തിൽ പ്രവർത്തിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ അധികാരത്തെ പരിപൂർണമായി വിശ്വസിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുകളോട് പറയാം, നിങ്ങൾ വീടുകളിൽ പോയി 50 വർഷം കഴിഞ്ഞ് വരുവീൻ, ഞാൻ അപ്പോൾ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്ന ദൈവത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വല്ല ആനുകൂല്യവും നിങ്ങൾക്ക് വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് വിശപ്പോടെ അവരെ അയക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്രിസ്ത്യാനികൾ അത്ഭുത പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു, എവിടെ അത്ഭുത പ്രവൃത്തി നടക്കുന്നുവെന്ന് അന്വേഷിച്ച് ഇങ്ങനെ ഓടി നടക്കുന്നു. ഈ അത്ഭുത പ്രവൃത്തി നടക്കണമെങ്കിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ദൈവത്തെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ അതേസമയം തന്നെ അവരാരും തന്നെ അവരുടെ പ്രവൃത്തി മണ്ഡലത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന, ഇപ്പോൾ അധികാരമുള്ള ദൈവത്തെ അറിയുകയോ അന്വേഷിക്കുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല എന്നത് വളരെ വിചിത്രമായ ഒരു യാഥാർത്ഥ്യമാണെന്ന് എന്തുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളുടെയും ശ്രദ്ധയിൽപ്പെടാത്തത് എന്നതോർത്ത് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. അപ്പോൾ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആദ്യം മുതൽ അവസാനം വരെ അറിഞ്ഞതും നമ്മെ അറിയിച്ചതും, ദൈവത്തിന് ഇപ്പോൾ തന്നെ പരമാധികാരമുണ്ട്. ഈ ലോകത്തിൻ്റെ എല്ലാ സാധ്യതകളും സംഭവങ്ങളും വികാസങ്ങളും ദൈവ അധികാരത്തിൻ്റെ പരിധിക്ക് ഉള്ളിൽ മാത്രം പ്രവർത്തിക്കുന്നതാണ്. ദൈവത്തിൻ്റെ അധികാരത്തെ കവച്ചു വെച്ച് പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒന്നും ഈ ലോകത്തിലില്ല. എന്നാൽ ആത്യന്തികമായ വിശ്വാസത്തിൻ്റെ അടിത്തറയിലാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആ വലിയ മാതൃക പണിതത് എന്ന് വളരെ പ്രകടമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായി അത് വിശദീകരിക്കുന്നത്. രണ്ടാമതായി എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, യേശു നമുക്ക് നൽകിയ മാതൃകാ പ്രാർത്ഥനയാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ. എന്തുകൊണ്ടാണ് നിൻ്റെ രാജ്യം വരണമേ എന്ന് യേശു നാം ഏവരും പ്രാർത്ഥിക്കണമെന്ന് നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ പഠിപ്പിച്ചത്? ആ മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവരാജ്യവും മനുഷ്യൻ്റെ അവസ്ഥയും തമ്മിൽ ഒരു വിധത്തിലുള്ള അടുപ്പവുമില്ല എന്നതുകൊണ്ടാണ്. നിങ്ങൾ ഏത് മതവും പരിശോധിച്ച് നോക്കൂ, അവിടെയെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു വലിയ വലിയ നുണയാണ്, പച്ചക്കള്ളമാണ്. അതെന്താണ്? ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് പരലോകത്തിൽ മാത്രമാണ്. നിങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ടത് ഈ ലോകത്തിൽ നിങ്ങളുടെ ജീവിത രീതി മെച്ചപ്പെടുത്താനോ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വെളിച്ചമുണ്ടാകുവാനോ ഒന്നുമല്ല. പരലോകത്തിൽ നിങ്ങൾക്ക് വലിയ ഒരു കൈനീട്ടം തരുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾക്ക് മുക്തി, നിങ്ങൾക്ക് മോക്ഷം, നിങ്ങൾക്ക് രക്ഷ, നിങ്ങൾക്ക് നിത്യജീവനൊക്കെ അവിടെ വച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം ലോകത്തെയും നിങ്ങളുടെ ജീവിതത്തെയും അടക്കി ഭരിക്കുന്നൊരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുക എല്ലാ വിശ്വാസിയുടെയും അടിസ്ഥാനപരമായ ചുമതലയാണ് എന്നും ആരും വിളിച്ചറിയിക്കുന്നില്ല. അങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞാലും പ്രവൃത്തി കൊണ്ട് അതിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഏതെങ്കിലും സഭയെടുത്തിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രശ്നം, ഒരു സാഹചര്യം, ഒരു പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്ന വിധമൊന്ന് പരിശോധിച്ചാൽ അതിലേതെങ്കിലും ഒരു സാഹചര്യത്തിൽ തുറന്ന മനസ്സോടെ ആത്മാർത്ഥതയിൽ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഈ സാഹചര്യത്തിൽ ഈ വ്യക്തിയോ സഭയോ എപ്രകാരമാണ് നിലപാടെടുക്കേണ്ടത്, ഈ സാഹചര്യത്തെ എപ്രകാരമാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ദൈവഹിതം അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവൃത്തികളെ അല്ലെങ്കിൽ പ്രതികരണത്തെ ക്രമീകരിക്കുന്ന ഒരു സാഹചര്യം പോലും നിങ്ങൾക്ക് കാണാൻ സാധ്യമാകില്ല. പിന്നെ ദൈവത്തിൻ്റെ പേരിൽ കള്ളം പറഞ്ഞ്
തങ്ങളുടെ ഇഷ്ടം ഏത് ദിശയിലേക്കാണോ ആ ദിശയിലേക്ക് പോകാൻ ദൈവം പ്രേരിപ്പിക്കുന്നു എന്ന പച്ചക്കള്ളം പറഞ്ഞ് മാത്രം മുൻപോട്ട് പോവുകയാണ്. കാരണം ജനങ്ങൾ അത് കണ്ണടച്ച് വിശ്വസിക്കണമെങ്കിൽ ഇത് ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചതല്ല, പിന്നെ ദൈവം പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ വളരെ സുഗമമാണ് എന്നുകൊണ്ട് മാത്രം. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് പഴയ നിയമത്തിൽ യഹൂദ ജനം മിസ്രയീം അടിമത്വത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവനും കൊന്നൊടുക്കണമെന്ന് ദൈവം അവരോട് പറഞ്ഞു എന്ന് അവിടെ നേതാക്കന്മാർ അവകാശപ്പെടുന്നതിൽ പ്രവർത്തിക്കുന്ന മർമ്മം ഇത് മാത്രമാണ്. മനുഷ്യൻ്റെ താല്പര്യം ദൈവത്തിൻ്റെ കൽപ്പനയാക്കി തെറ്റിദ്ധരിപ്പിക്കാൻ മനുഷ്യന് പ്രത്യേകമായൊരു കഴിവുണ്ട്. മനുഷ്യനെ വഞ്ചിക്കുന്നത്, വഴിതെറ്റിക്കുന്നത്, അധർമ്മത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് അവൻ്റെ അധികാരം കൊണ്ടോ അവൻ്റെ ബുദ്ധി കൊണ്ടോ എന്ന ഒരു പ്രതീതിയിലല്ല, ദൈവം പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ധനത്തിൻ്റെ മേലുള്ള സഭകളുടെ അവകാശം അത് അരക്കിട്ടുറപ്പിക്കുന്നത് സഭയ്ക്ക് നമ്മളോട് അധികാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല. ദൈവവേലയ്ക്ക് കൊടുപ്പീൻ, ദൈവവേലയ്ക്ക് കൊടുപ്പീൻ, ദൈവവേലയ്ക്ക് കൊടുപ്പീൻ, കൊടുപ്പീൻ, കൊടുപ്പീൻ. ഈ കൊടുക്കുക എന്ന പ്രതീതി എന്ന ഒരവസ്ഥ ആർക്കും ഇഷ്ടമുള്ളതൊന്നുമല്ല. പക്ഷേ ആ പൈസ കൊടുക്കണമെങ്കിൽ ആ ദൈവം നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സഭയ്ക്ക് അതിനകത്ത് യാതൊരു താല്പര്യമില്ല. ഈ ഒരു കള്ളം പറയാതെ നിലനിൽപ്പില്ല. സത്യം പറഞ്ഞാൽ ഒരു സഭയ്ക്ക് നിലനിൽപ്പുണ്ടാകുകയില്ല. ദൈവത്തിൻ്റെ പേരിൽ കള്ളം പറഞ്ഞാൽ മാത്രമേ സഭയ്ക്ക് സാമ്പത്തികമായി നിലനിൽക്കാൻ സാധ്യമാകുകയുള്ളൂ. കള്ളമില്ലാതെ സഭയുടെ നിലനിൽപ്പില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള അനേക ബിഷപ്പന്മാരുണ്ട്. എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലായിരുന്നപ്പോൾ അവിടുത്തെ സീറ്റ് വിറ്റ് അതിൻ്റെ കോഴ കൊണ്ട് ഡൽഹി ഡയസിസ് നടത്തണം എന്നോട് അവകാശപ്പെട്ടപ്പോൾ ഞാൻ അതിന് വിലങ്ങുതടിയായി നിന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പീഡനം സഹിക്കേണ്ടി വന്നു. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ അന്നത്തെ മോഡറേറ്ററായിരുന്ന ബിഷപ്സ് കോളേജിൽ എൻ്റെ കൂടെ ഒരേ ക്ലാസ്സിലിരുന്ന് തിയോളജി പഠിച്ച ബിഷപ്പ് ഫിലിപ്പ് മരാൻഡി എന്നെ കാണാനായിട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങനെ കോളേജിൽ നിന്ന് വരുമാനം വസൂലാക്കാതെ അത് ഏത് വിധത്തിലും ആയിക്കൊള്ളട്ടെ സഭ എങ്ങനെ ഓടണമെന്നാണ് താങ്കൾ പറയുന്നത്? അപ്പോൾ കോഴ വാങ്ങിക്കാതെ, കൈക്കൂലി വാങ്ങിക്കാതെ, അധർമ്മം പ്രവർത്തിക്കാതെ സഭയ്ക്ക് നിലനിൽക്കാൻ സാധ്യമല്ല എന്ന ഒരു വിശ്വാസ പ്രമാണത്തിലാണ് ഇതൊക്കെ ഓടുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ സമൃദ്ധമായി വഞ്ചനയും തെറ്റും കുറ്റവും ഒക്കെ ചെയ്യുന്നവർ സഭയ്ക്ക് ലാഭമുണ്ടാക്കുന്നവരാണെങ്കിൽ അവരെ ജീവിക്കുന്ന വിശുദ്ധന്മാരായി കാണുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. അപ്പോൾ നാം യേശുവിൻ്റെ ഈ ഒരു പഠിപ്പീര്, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിപ്പീൻ, നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പറയുമ്പോൾ അത് 5 വർഷം കഴിഞ്ഞോ 50 വർഷം കഴിഞ്ഞോ ആകണമേ എന്നല്ല അർത്ഥം. ഇപ്പോൾ ആകണമേ, ഇപ്പോൾ അങ്ങനെ സംഭവിക്കണമേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ സംഭവിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുവാൻ, നിലപാടുകളെടുക്കുവാൻ, അധ്വാനിക്കുവാൻ, സാഹസികതയോടുകൂടെ തന്നെ പ്രവർത്തിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ ആ അർത്ഥത്തിൽ ആരും പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുമില്ല എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ നാം ദൈവത്തെ കുരങ്ങ് കളിപ്പിക്കുന്ന എപ്രകാരമാണ് എന്നതായിരുന്നു നമ്മുടെ ചിന്തയുടെ ആരംഭം. അതാണ് നമ്മുടെ ചിന്തയുടെ അവസാനവും. അതിപ്രകാരമാണ് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കുവാൻ കഴിവും അധികാരമുള്ള ദൈവത്തെ നാം വിളിച്ചപേക്ഷിക്കുന്നു. എന്നാൽ നാം എപ്രകാരം ജീവിക്കണമെന്നും ഏത് ലക്ഷ്യത്തോടുകൂടെ നാം അധ്വാനിക്കുകയും പ്രയാണം ചെയ്യുകയും ചെയ്യണമെന്നും തീരുമാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളെയും നാം അഭിമുഖീകരിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെയൊന്നും പ്രവർത്തിക്കുന്ന ദൈവമൊന്നുമില്ല. അവിടെ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളും എൻ്റെ വ്യക്തിപരമായ കഴിവുകളും പിന്നെ എനിക്ക് എവിടെയെങ്കിലും സ്വാധീനമുണ്ടെങ്കിൽ രാഷ്ട്രീയമായ മാമാങ്കം കളിക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ അതുമാത്രം ആണ് പ്രസക്തം. ബാക്കിയുള്ളതൊക്കെ പറയുന്നവൻ വെറും മൂഢനാണ്. ദൈവം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, യേശു അത് പഠിപ്പിച്ചു, ഇത് പഠിപ്പിച്ചു, ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങും ചെന്ന് എത്തത്തിൽ ഉള്ളതും കൂടെ പോകും, അപകടമാണ്, ക്രൂശിൻ്റെ വഴി വെറും മണ്ടത്തരമാണ് എന്ന്
യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ. വാക്കുകൊണ്ട് ഭക്തരും പ്രവൃത്തിയിൽ നിരീശ്വരവാദികളുമാണ് നാം എന്ന യാഥാർത്ഥ്യം. ഇതാണ് ദൈവത്തെ നാം കുരങ്ങ് കളിപ്പിക്കാൻ നമ്മെ സഹായിക്കുകയും ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുവാൻ നമ്മെ അനുവദിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനപരമായ ഒരു മതവർഗീയ അവസ്ഥ എന്ന് സൂചിപ്പിക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് ഏകദേശം പൂർത്തിയായി എന്ന വിശ്വാസത്തിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്മയുണ്ടാകട്ടെ.